ഗവൺമെന്റിന്റെ മാസ്റ്റർ സ്ട്രോക്ക് ദേശീയ സുരക്ഷാ നിയമം. 12 മാസം തീഹാർ ജയിലിൽ സൗജന്യ ഭക്ഷണവും താമസ സൗകര്യവും. പാറ്റ അഭിജിത്ത് മുങ്ങി. പണി വരുന്നുണ്ട് പാറ്റകളെ. ജൂലൈ 19 മുതൽ ദേശീയ സുരക്ഷാ നിയമം പ്രാബല്യത്തിൽ വന്നു. രഞ്ജിനി ഹരിദാസ് നാട്ടിൽ തിരിച്ചെത്തിയത് മാടത്തിന്റെ ഭാഗ്യം. കൊത്തി കൊത്തി മുറത്തിൽ കുത്തുന്നു. എന്തായാലും നിങ്ങളൊക്കെ PM മോദിയെ ഫാസിസ്റ്റ് എന്നല്ലേ വിളിച്ചത്? ഇനി കുറച്ച് ഫാസിസം കാണിക്കാൻ തന്നെ തീരുമാനിച്ചു. ദേശീയ സുരക്ഷാ നിയമം അനുസരിച്ച് ഡൽഹി പോലീസിന് ആളുകളെ കരുതൽ തടങ്കിൽ ആക്കാനുള്ള അധികാരം നീട്ടി നൽകി. ജൂലൈ 19 മുതൽ ഒക്ടോബർ 18 വരെ 3 മാസത്തേക്കാണ് നീട്ടിയിരിക്കുന്നത്. അതായത് പാറ്റകൾക്ക് ഭക്ഷണം കേരളത്തിൽ നിന്ന് ഓർഡർ ചെയ്തവർ, പണം വാങ്ങി പാറ്റ സമരത്തെ പൊലിപ്പിച്ച സിനിമാ താരങ്ങൾ, പള്ളിയിലച്ചന്മാർ, പിന്നെ ഒരാൾ കൂടിയുണ്ട്, ഏഷ്യാനെറ്റ് എന്ന തീവ്രവാദ ചാനൽ. ഈ ചാനലിനെ നിരോധിക്കണം. കൂടാതെ ഈ ചാനലിന്റെ ബിനാമി മുതലാളികളെയും ചോദ്യം ചെയ്യുമെന്ന് അറിയുന്നു. കുറ്റാരോപണങ്ങൾ ഒന്നും കൂടാതെ തന്നെ 12 മാസം വരെ തടങ്കലിൽ ആക്കാൻ കഴിയുന്നതാണ് ദേശീയ സുരക്ഷാ നിയമം. NSA പ്രഖ്യാപിച്ച് അറസ്റ്റ് ചെയ്യാനുള്ള അനുമതി ഡൽഹി പോലീസ് കമ്മീഷണർക്കാണ്. ഇത് മാത്രമല്ല, ഈ കലാപത്തിന് ഫണ്ടിംഗ് നടത്തിയവരെ കുറിച്ച് NIA അന്വേഷണം വേണമെന്ന ഹർജി ഡൽഹി ഹൈക്കോടതി വാദം കേൾക്കാൻ പോവുകയാണ്. എന്താണ് ഈ ദേശീയ സുരക്ഷാ നിയമത്തിന്റെ പ്രത്യേകത? 1. സാധാരണ അറസ്റ്റ് വാറന്റ് വേണം. NSAക്ക് വേണ്ട. ജില്ലാ മജിസ്ട്രേറ്റ്, പോലീസ് കമ്മീഷണർ തുടങ്ങിയവർക്ക് നേരിട്ട് ഉത്തരവിടാം. 2. FIR ഇട്ട് കോടതിയിൽ കൊണ്ടുപോകേണ്ടതില്ല. 12 മാസം വരെ കുറ്റപത്രമില്ലാതെ തടങ്കലിൽ വെക്കാം. ഇതാണ് ഇതിനെ പവർഫുൾ ആക്കുന്നത്. 3. തടവിലായ ആൾക്ക് അഡ്വൈസറി ബോർഡിന് മുന്നിൽ പരാതി നൽകാം. പക്ഷേ ബോർഡിന് മുന്നിൽ വക്കീലിനെ കൊണ്ടുവരാൻ നിയമം അനുവദിക്കുന്നില്ല. 4. ഇപ്പോൾ ഡൽഹിയിൽ നടന്നത് ഇതാണ്. സെക്ഷൻ 3(3) പ്രകാരം ഡൽഹി പോലീസ് കമ്മീഷണർക്കുള്ള അധികാരം ജൂലൈ 19 മുതൽ ഒക്ടോബർ 18 വരെ 3 മാസത്തേക്ക് നീട്ടി. ഇത് ഓരോ 3 മാസം കൂടുമ്പോൾ നടക്കുന്ന റൂട്ടീൻ നടപടിയാണ്, പുതിയ നിയമമല്ല. 5. ഈ നിയമം കൊണ്ടുവന്നത് 1980 ഇന്ദിരാഗാന്ധി സർക്കാരാണ്. ഇന്ന് വരെ എല്ലാ സർക്കാരുകളും ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു പാർട്ടിയുടെ മാത്രം ആയുധമല്ല, ഭരണകൂടത്തിന്റെ ആയുധമാണ്. കേരളമാണ് ഈ കലാപത്തിന്റെ എല്ലാ രീതിയിലുള്ള പ്ലാനിംഗ്, ഫണ്ടിംഗ്, പ്രചാരണത്തിന്റെ ഉറവിടം. എന്നായാലും സമരത്തിന് പോയ രഞ്ജിനി ഹരിദാസ് ഉൾപ്പെടെയുള്ളവർ തിരിച്ച് നാട്ടിലെത്തിയത് ഭാഗ്യമെന്നേ പറയാനുള്ളൂ.